ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളിയാങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കുറേ കാടും മേടൊക്കെ താണ്ടിയിട്ട് വേണം അവിടെ എത്താൻ. എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീഫ്, ആൾക്ക് പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഫിഷിങ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിയാങ്കലിലാണ്. ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ചുറ്റോറം നല്ല പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളും മരങ്ങളും പാടങ്ങളും, അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പുറത്ത് കാണുന്ന ആ ഒരു പുഴയാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വെറുതെ കറങ്ങാനാണെങ്കിലും. ഇതിൻ്റെ അപ്പുറത്ത് വെള്ളിയാങ്കലിൽ പാർക്കുണ്ട്. ഇപ്പോൾ എൻ്റെ കെട്ടിയോൻ അവിടെ മീനുണ്ടോയെന്ന് ആളുടെ സ്പെക്സ് വെച്ച് നോക്കുകയാണ്. ആൾ ഭയങ്കര അധികം സാധനങ്ങളൊക്കെ കൊണ്ടാണ് വരിക. ആളുടെ ഈ ബാഗ് നിറച്ച് ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതിനെപ്പറ്റിയൊന്നും എനിക്ക് പ്രത്യേക ധാരണയില്ല. ഗ്ലൗസും സ്പെക്സും അതുപോലെ ക്യാപ്പും മീൻ പിടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത്ര അധികം വാസ്റ്റായി കിടക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് മീൻ പിടിക്കുന്നത്. ഞാനവിടെ കരക്കിരിക്കുള്ളൂ, മീൻപിടുത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ അതേ അടുത്തതായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നല്ല റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ അത്. പക്ഷേ എത്രയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ആ മീൻ കിട്ടണ ആ ഒരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ അത്രയും നേരം ആ വെയിൽ കൊണ്ട് നിന്നതിൻ്റെയും ഫുൾ നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമ്മളവിടെ മറന്നു പോകും. നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. ഇപ്പോൾ ഇത് അടുത്താണ് നിൽക്കണേന്ന് തോന്നുമെങ്കിലും ഇത്ര അകലെയാണ് നിൽക്കുന്നത്. ഞാൻ സൂം ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് അത്ര അടുത്ത് തോന്നുന്നത്. അത്ര ദൂരെയാണ് പോയി നിൽക്കുന്നത്. മീൻ പിടിക്കുന്നതിൻ്റെ ഷോർട്ട് ചാർജ് തീർന്നു പോയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് വെള്ളിയാങ്കലിൽ പാർക്കിലേക്കാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്കൊരു 4 മണി ടൈമിലൊക്കെ ചെന്നൊന്ന് റെസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. ആദ്യം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കുമ്പോൾ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വിശന്നുകൊണ്ട് പോപ്കോണും പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് തിന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.